Hi foodies, welcome back to Homebaking. ഇന്ന് നമ്മളൊരു കസാവ മിക്സ്ചറാണ് ചെയ്ത് കാണിക്കാൻ വന്നത്. വളരെ സിമ്പിളാണ്. പുറത്ത് ചിലയിടത്തൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടാറുണ്ട്. പക്ഷേ ഇതൊന്ന് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് പീനട്ട്സ്, അതുപോലെ പൊട്ടുകടല ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേർക്കുന്ന കടലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ എന്താ പറയുക, നോർമൽ യൂസ് ചെയ്യുന്ന കടലയാണ്. നമ്മൾ വെറുതെ കുറയ്ക്കുന്നില്ലേ, ആ ടൈപ്പ് കടല ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് പച്ചയാണ് കിട്ടുന്നതെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് തൊലി കളഞ്ഞാലും മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് വറുത്തിരുന്ന കടലയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടുള്ള ഓയിലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മിക്സ്ചറിനൊരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് കസാവ ഫ്രൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ നിങ്ങളെ കാണിക്കുന്നു. ഇതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതിപ്പോൾ കുറച്ച് പൊട്ടുകടല ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ ടൈപ്പ് വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ ഗ്രീൻ പീ ഫ്രൈ ചെയ്ത് ചേർക്കാം. അതൊക്കെ ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസ് തന്നെയാണ്. ഞാനിപ്പോൾ ഗ്രീൻ പീ കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. നേരത്തെ ഞാൻ ചെയ്തപ്പോൾ ചേർത്തിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇതാ ഈ പൊട്ടുകടലൊക്കെ ജസ്റ്റ് ഒന്ന് ആ ബോയിലിംഗ് ആയിട്ടുള്ള ഓയിലിലേക്കൊന്ന് ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് ആ ഒരു ഓയിലിന് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ നമ്മുടെ ഡിഷിന് മൊത്തം ആ ഒരു ഫ്ലേവർ കിട്ടും. കറിവേപ്പിലകളൊക്കെ കാണുമ്പോൾ എടുത്ത് കളയാതെ അതൊക്കെ ഒന്ന് ഒപ്പം കഴിക്കുക. എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടും ഇരിക്കട്ടെ. വളരെ സിമ്പിളാണ്. വീഡിയോ കണ്ട് അപ്പാടെ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇന്ന് നമ്മുടേത്. അപ്പോൾ ഇതുപോലെ ആ ഒരു കറി ലീവ്സിനെ കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറി ലീവ്സൊക്കെ ഒരുപാട് ടൈം ഫ്രൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ആ ബോയിലിംഗ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അതിൻ്റെ കളറൊന്നും പോവാണ്ട് എടുക്കാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു അട്രാക്ഷനല്ലേ നമുക്ക് കഴിക്കാൻ തോന്നും. ഞാൻ എന്നും പറയാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുളകും, അതായത് വറ്റൽ മുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി തോലോടുകൂടെ ഒന്ന് ചതച്ചെടുക്കുക. നമുക്ക് ഈ ഒരു ഓയിലാണ് മെയിനായിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഇറങ്ങി കിട്ടുക. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയെ നമ്മൾ കഴിച്ചില്ലെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ചിലരെ എടുത്ത് കളയും. കഴിച്ചില്ലെങ്കിലും ഈ ഒരു ഓയിലിന് അതിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി അതിൽ കപ്പ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ കപ്പയിൽ കംപ്ലീറ്റ് ഈ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെഡ് ചില്ലി, നമ്മൾ ഇതുപോലത്തെ വറ്റൽ മുളകുകൾ ചേർക്കുമ്പോൾ അതും ജസ്റ്റ് ഒന്ന് പൊടിച്ചിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റി തന്നെ കേട്ടോ. നല്ല സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ച് നന്നായിട്ട് സ്പൈസസൊക്കെ ചേർത്ത് എടുക്കാം. അപ്പോൾ വീട്ടിലുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും, ഒരുവിധം എല്ലാ വീട്ടിലും തന്നെ കപ്പയൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിതാ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതുപോലുള്ള ടൈമിൽ റേറ്റും കുറവായിരിക്കും. നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് എല്ലാ രീതിയിലും ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലുണ്ടായിരുന്ന കപ്പ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചിലത് പെട്ടെന്ന് എടുക്കേണ്ടി വന്നു, മണ്ണിൽ നിന്ന് കിളച്ചെടുക്കേണ്ടി വന്നു, കാറ്റിലൊക്കെ കുറച്ച് ചരിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായപ്പോൾ തന്നെ എനിക്ക് ഇതുപോലെയൊക്കെ തോന്നി, അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം നല്ല കഴിക്കാൻ ഒരു 4 മണിക്ക് നമ്മുടെ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നിയതുകൊണ്ട് മാത്രം ഇതാ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ജൂലിയൻ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ തീപ്പെട്ടി കമ്പ് പോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ കപ്പ ഫ്രൈ ഒക്കെ കിട്ടാറില്ലേ, വളരെ നൈസായിട്ട്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഈ ഒരു മിക്സ്ചറിന് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നല്ലത് ഇങ്ങനെയാണ്. ഒരു ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞിരിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അത് വേണ്ട, നമുക്ക് നല്ല വടിയായിട്ടിരിക്കുന്ന കാണാൻ ലുക്കും കൂടെ വേണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട്, അതായത് ചെറുതായിട്ട് നമ്മൾ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് എടുത്തിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ലെങ്തി ആയിട്ട് ഇങ്ങനെ നീളത്തിൽ ചെറിയ ചെറിയ
കൊള്ളി രൂപത്തിൽ കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ ജൂലിയൻ കട്ട്സായി. അപ്പോൾ ഈ ജൂലിയൻ കട്ട്സ് ഉള്ള കപ്പ വെച്ച് നമുക്ക് മിക്സർ ചെയ്യുമ്പോഴാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി. ഇനി നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുക, ഫ്ലെയിമൊന്നും കുറയ്ക്കണ്ട, നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കട്ട് ചെയ്തിട്ടുള്ളത് സൈസ് വലുതാണെങ്കിൽ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ തിൻ സൈസ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഈ കപ്പ എല്ലാത്തിനും നല്ല സ്ക്രാച്ച് ഉണ്ടാവും. അപ്പം അത് പെട്ടെന്ന് ഒട്ടിയിട്ട് എല്ലാം കൂടെ അങ്ങനെ ഒരു കട്ട പോലെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് ലൈറ്റ് കളറിൽ നമുക്ക് നമ്മുടെ കപ്പയെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കളറൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ ഒരു കപ്പയെ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഒരു കളറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല, ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കളർ കാണുമ്പോഴല്ലേ നമുക്കൊരു കളറിനോട്, ഓരോരുത്തർക്കും ഓരോ കളറിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതായത് ചില ഐറ്റംസ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ബ്രൗൺ കളറിൽ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു ലുക്കായി. ഇത് ചെറിയൊരു സെമി ഗോൾഡൻ കളർ മതി നമുക്ക്. ഇനി നമ്മളിതിൽ ലാസ്റ്റ് ടൈമിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മുടെ പൗഡേഴ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടും. മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നേ ഇല്ല. ഇനി ബാക്കിയുള്ള കപ്പയും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഒപ്പം ചേർത്ത് ഫ്രൈ ചെയ്യരുത്, കാരണം കപ്പയിൽ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിച്ച് നമുക്ക് പിന്നെ അതൊരു കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലായിരിക്കും. നമുക്ക് ഇതുപോലെ ലെങ്തി ആയിട്ട് ഇതുപോലെയുള്ള പീസുകളായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗി. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക, വളരെ കുറേശ്ശെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ കുറേശ്ശെയല്ല, ഞാനിപ്പോൾ ഇതാ വലിയൊരു ഉരുളിയിൽ ഒരു 1.5 ലിറ്ററോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച്, ഞാനിപ്പോൾ 2 വലിയ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3 പോർഷനായിട്ട് ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് അതിലേക്ക് മുളക് പൊടി, ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് കളർ നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നുന്നുണ്ടാവും, കാരണം നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ കളറില്ല ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ലൈറ്റ് ഇവിടെ നല്ല യെല്ലോയിഷ് ലൈറ്റാണ്, അതിന് ഒരു നൈറ്റ് ടൈമിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ആ ഒരു കളറാണ് വന്നിട്ടുള്ളത്. ഇത് മുളക് പൊടിയാണ്, നോർമൽ മുളക് പൊടി ചേർത്താൽ മതി, കാശ്മീരി ഒന്നും ചേർത്ത് ഒരുപാട് കളർ വേണ്ട. നമുക്ക് ഈ കപ്പയെ ഈ ഒരു കളറിൽ കാണാനാണ് കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നിയത്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. പിന്നെ കായം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു മിക്സ്ചറിലേക്ക് നമുക്ക് കായം വേണ്ട. കായമില്ലാതെ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള സീസണിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയും ഉപ്പ് പൊടിയും മാത്രമാണ്. ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പൗഡർ വേണമെങ്കിലും ചേർക്കാം. ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറെ ഒന്നുമില്ല, ചൂട് കട്ടനൊപ്പം ഇരുന്ന് കഴിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.